27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി. ആശയങ്ങളും ആഗ്രഹങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലമാറ്റവും സ്ഥാനനേട്ടവും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ ആസൂത്രിതമായ ജോലി മാറ്റങ്ങൾ വരുത്തും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് നന്നല്ല. വാക്സാമർത്ഥ്യത്താലും സത്യസന്ധതയാലും ജനപ്രീതിയും പ്രശംസയും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും. യാത്രയിൽ ധനനേട്ടം ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം, തീർത്ഥാടനം എന്നിവ നടത്തും. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സർവ്വവിഘ്നങ്ങളും അകലും. വിദേശ നിർമ്മിതമായ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. സത്യസന്ധമായും നേർവഴിയോടുകൂടിയും പ്രവർത്തിക്കും. ബിസിനസ്സുകാർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് മകീരം നക്ഷത്രമാണ്. തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കും. സഹോദര സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തും. കർമ്മമേഖലയിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ വല്ലാതെ കുഴയ്ക്കും. അതീവ ശ്രദ്ധ എല്ലാ കാര്യത്തിലും പാലിക്കുക. കുടുംബത്തിൽ പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും പരാജയ ഭീതി ഉണ്ടാകുന്നതായിരിക്കും. മുൻകോപം ഉപേക്ഷിക്കണം. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ആലോചനയില്ലാത്ത സംഭാഷണം പലവിധ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം മത്സരങ്ങൾ നേരിടേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധ വേണം. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വിഷമിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. കോപം മൂലം ബന്ധുക്കൾ അകലും. സാമ്പത്തികമായ പിരിമുറുക്കം ഉണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. അയൽക്കാരുമായി കലഹിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യവും ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുക. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. പഠനകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. രോഗസാധ്യത കാണുന്നുണ്ട്. മാനസിക ക്ലേശങ്ങളും കുടുംബജനങ്ങളിൽ നിന്നും ദുഃഖവും അനുഭവവേദ്യമാകും. ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും സ്വരച്ചേർച്ച കുറവ് ഉണ്ടാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സ്വന്തം ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും. ധനച്ചെലവ്, ദൂരയാത്ര ക്ലേശം, ഉന്നതരിൽ നിന്നും വിഷമങ്ങൾ എന്നിവ ഉണ്ടാകാം. കാര്യങ്ങൾ ബുദ്ധിപരമായി നീക്കിയില്ലെങ്കിൽ കുഴപ്പങ്ങളിൽ ചെന്നു ചാടും. അകാരണമായി കലഹിക്കുവാനുള്ള വാസന ഉണ്ടാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. പരിതസ്ഥിതികളിൽ ആത്മനിയന്ത്രണം പാലിക്കുക. കാര്യസാധ്യത്തിനായി യാത്രകൾ ചെയ്യും. പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കും. വ്യവഹാര വിജയം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനവും അംഗീകാരവും ലഭിക്കും. സുഹൃത്തുക്കൾക്കായി ധാരാളം പണം ചിലവഴിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. രോഗങ്ങൾ കൊണ്ട് ധനച്ചെലവ്, ശത്രുവർദ്ധനവ്, ധനനഷ്ടം, ശാരീരികമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും സ്വസ്ഥത ഇല്ലാതാവുകയും ചെയ്യും. അടുത്തത് ചോതി നക്ഷത്രം. യാത്ര മൂലം ധനലാഭം, വ്യാപാര സംരംഭത്തിൽ കൂടി നേട്ടം, കുടുംബസുഖം, ജീവിതത്തിൽ പലവിധത്തിലുള്ള പുരോഗതി, നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം എന്നിവ ലഭിക്കുന്ന ദിവസമായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം ചിലവ് വർദ്ധിക്കും. ശാരീരികമായി ചെറിയ അസ്വസ്ഥത ഉണ്ടാകാം. വിഷയാസക്തി, വാഹന സംബന്ധമായ ചെലവുകൾ എന്നിവ ഉണ്ടാകാം. നൂതന ഗൃഹം വാങ്ങുകയും മോടി പിടിപ്പിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. തുടർച്ചയായുള്ള പ്രയത്നത്തിന് ഫലം ലഭിക്കും. സ്ത്രീകൾ മുഖേന സന്തോഷം, പല രംഗത്തു നിന്നും തടസ്സങ്ങൾ, സുഖാനുഭവങ്ങൾ, കുടുംബാംഗങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് തൊഴിൽ ക്രമീകരണം എന്നിവ സാധ്യമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വാക്ക് പാലിക്കുവാൻ സാധിക്കുകയില്ല. ആഗ്രഹ സാഫല്യം ഉണ്ടാകാത്തതിനാൽ മനപ്രയാസം നേരിടും. അധിക ചിലവുകൾ ഉണ്ടാകും. വിവാഹ തീരുമാനങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയോ തുടരുകയോ ചെയ്യുന്നതായിരിക്കും. അവിചാരിതമായ തടസ്സങ്ങൾ പലതും അനുഭവപ്പെടാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. സുഖഭക്ഷണ ലഭ്യത ഉണ്ടാകും. ആഭരണ വസ്ത്രാദി ലാഭം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ കഴിയും. പ്രേമകാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങളുടെ ലഭ്യത ഉണ്ടാകും. ധനസഹായം ലഭിക്കും. വാക്സാമർത്ഥ്യത്താലും മാധുര്യമുള്ള സംസാരത്താലും അന്യരെ വശീകരിക്കും.
അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ശത്രുക്കളുടെ നീചപ്രവൃത്തികളിൽ നിന്നും രക്ഷ നേടുവാനാകും. കലാരംഗത്ത് ശോഭിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യം കടാക്ഷിക്കും. സഹോദര ഐക്യം ഉണ്ടാകും. വസ്തുക്കളും വാഹനങ്ങളും വാങ്ങും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. അന്യർക്കായി ത്യാഗമനസ്കതയോടുകൂടി പ്രവർത്തിക്കും. ബന്ധുക്കളുമായി നിലവിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറും. പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദീർഘദൃഷ്ടിയുടെ കാര്യങ്ങൾ ചെയ്യും. ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. വിനോദയാത്ര, ഉല്ലാസകരമായ സംഗതികൾ, ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങൾ, ഉന്നത സ്ഥാനീയരിൽ നിന്നും സഹായം എന്നിവ ലഭിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സന്തോഷകരമായ അനുഭവങ്ങൾ, ദാമ്പത്യ ബന്ധത്തിൽ യോജിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ കുടുംബത്തിൽ ഐശ്വര്യം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനപ്രാപ്തിയും സ്ഥലം മാറ്റവും എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഗൃഹത്തിൽ സന്തുഷ്ടിയും സ്വസ്ഥതയും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. രോഗശമനം ഉണ്ടാകും. ധനലഭ്യത ഉണ്ടാകും. കുടുംബസുഖം പ്രാപ്തമാകും. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടം ഉണ്ടാകും. ജീവിതത്തിൽ പല രീതിയിലുള്ള ഉയർച്ചയുണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കളത്തറ ദുഃഖം, കളത്തറ ദുരിതം, തസ്കരന്മാരുടെ ഉപദ്രവം, ഈശ്വരാധീനക്കുറവ്, ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് കേസുകളും നികുതി വകുപ്പിൽ നിന്നും പ്രശ്നങ്ങളും വന്നുഭവിക്കാം. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സ്വാർത്ഥത കാരണം മനോവിഷമം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും. വിലപിടിപ്പുള്ള ആഭരണങ്ങളോ യന്ത്രസാമഗ്രികളോ കളവ് പോകുവാനോ നഷ്ടപ്പെടുവാനോ സാധ്യത കാണുന്നു. അവസാനമായി രേവതി നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കോ കലാരംഗത്തുള്ളവർക്കോ ഉള്ളവരോ വളരെ കരുതലോട് വേണം അന്യരോട് ഇടപെടുവാൻ. അധിക്ഷേപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. സംസ്ഥാനം മുഖേന ശത്രുക്കൾ വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടസാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. കലാകാരന്മാർക്കും ഗുണകരമായ ദിവസം ആയിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.